പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15ാം നാൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് മുസാഫറാബാദ്, കോളി, ബഹവൽപൂർ മേഖലകളിൽ. നീതി നടപ്പാക്കിയെന്ന് ഇന്ത്യൻ സൈന്യം. അതിർത്തിയിൽ കനത്ത ജാഗ്രത. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ബനീഷ ബാബുവും ചേർന്നു. ആദ്യം നമുക്ക് ശരത് ലാലിലേക്ക് തന്നെ പോകാം. ശരത് ലാൽ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിവരം നമുക്ക് പ്രേക്ഷകർ കൈമാറാനുള്ളത്, ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ ആക്യുറേറ്റ് ലിമിറ്റഡ് സൈനിക നടപടി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ 10 മണിയോടുകൂടി ഔദ്യോഗികമായി പുറത്തേക്ക് കയറി. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചത് 50ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 60ഓളം പേർക്ക് പരിക്കേറ്റുണ്ട്. രാവൽപിണ്ടിയിലും അതേപോലെയുള്ള ആശുപത്രികളിലൊക്കെ രോഗികൾ പരിക്കേറ്റവർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണെന്നാണ് അവിടെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മറ്റും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് രാജ്യാന്തര മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസുള്ള അടക്കമുള്ള റിപ്പോർട്ടിംഗ് നൽകിയിരിക്കുന്നത് അതിഭീകരമായ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അതിശക്തമായ മാരക ശേഷിയുള്ള ബോംബുകളാണ് ഇന്ത്യ വർഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മിസൈൽ വർഷം എന്നാണ് CNN ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞത് നിയന്ത്രിതമായ ഒരു സൈനിക നടപടിയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇത് സംബന്ധിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിശദീകരണം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രിക്ക് ബ്രീഫ് ചെയ്തിട്ടുണ്ട്, ഇറാൻ ബ്രീഫ് ചെയ്തിട്ടുണ്ട്, റഷ്യ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എല്ലാ സഹോദര രാജ്യങ്ങളെയും അജിത് ദോവൽ ഇന്ന് പുലർച്ചെ 2 മണി തൊട്ട് എല്ലാ രാജ്യങ്ങളിലെയും വിവിധ വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് ആശയവിനിമയം നടത്തി. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ 1:42 ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ ആർമി ആവട്ടെ, ഇന്ത്യൻ സൈന്യമാവട്ടെ, ഇത് തമ്മിൽ വിശദമായ ഒരു പത്രക്കുറിപ്പോ പത്രസമ്മേളനമോ 10 മണിക്ക് നടത്തുമെന്നൊരു അറിയിപ്പ് മാത്രമാണ് മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് ഒരു പാകിസ്ഥാനിലെ 9 ഇടങ്ങളിൽ 4 പാകിസ്ഥാനകത്തും 5 പാക് അധിനിവേശ കാശ്മീരിലുമാണ് ഈ പ്രത്യാക്രമണം നടത്തിയത്. പഹൽഗാവിനുള്ള തിരിച്ചടി നടത്തിയിരിക്കുന്നത് ഇന്ത്യ 9 സ്ഥലങ്ങളാണ്. നേരത്തെ 3 സ്ഥലങ്ങളും 3 കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാക്കിയ 1:30 മണിയോടെ വ്യക്തമാക്കിയ പാകിസ്ഥാൻ, 2:30 മണിയോടെ വ്യക്തമാക്കിയ പാകിസ്ഥാൻ പിന്നീട് പാക് പ്രധാനമന്ത്രി അത് 5 സ്ഥലങ്ങളിലാക്കി. ഇപ്പോൾ 24 സ്ഥലങ്ങളിൽ നിന്നാണ് മറ്റൊരു മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ വളരെ കൃത്യമായി പത്രക്കുറിപ്പിലൂടെ ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് 9 സ്ഥലങ്ങളിൽ നിയന്ത്രിതമായ പാക് സൈന്യത്തെയോ പാക് സർക്കാരിന്റെ സ്ഥാപനങ്ങളെയോ പാക് ജനതക്കെതിരെയോ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല. ഭീകരവാദികൾ ഇന്ത്യയിൽ ആക്രമണം നടത്തി പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന പാകിസ്ഥാൻ തന്നെ നിരോധിച്ച തീവ്രവാദികളുടെ സങ്കേതങ്ങളാണ് ഇന്ത്യ തകർത്തത് എന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെയും വാദം. അതുതന്നെയാണ് സത്യവും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് പറയാനുള്ളത്, പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ നടക്കുമ്പോഴൊക്കെ വാർ റൂമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ 9 സ്ഥലങ്ങളിലും പാകിസ്ഥാനിലെ ലഷ്കർ-എ തോയ്ബ നേതാവിന്റെയും അതേപോലെ തന്നെ അവരുടെ സംഘടനയുടെ അതേപോലെ അവരുടെ കെട്ടിടങ്ങളെയും സെമിനാറുകളിൽ നിൽക്കുക അല്ലെങ്കിൽ തീവ്രവാദികളെ ഗ്രൂം ചെയ്യുന്ന സ്ഥാപനങ്ങളെ ആക്രമിച്ച് തകർത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എങ്കിലും വ്യക്തമാക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നില്ല. ഇപ്പോൾ എവിടെ പോയി ഒളിച്ചാലും ഇന്ത്യയിൽ ആക്രമണം നടത്തി എവിടെ പോയി ഒളിച്ചാലും ഇത് പാകിസ്ഥാൻ അകത്താൽ ശരി, ഇന്ത്യൻ ഒക്കുപൈഡ് കാശ്മീരിലായാലും ശരി, ഇനി പാകിസ്ഥാന് പുറത്ത് എവിടെയാണ് ഇപ്പോൾ തങ്ങൾ വേട്ടയാടി പിടിക്കും എന്നൊരു വ്യക്തമായ സന്ദേശമാണ് ഈ പ്രത്യാക്രമണത്തിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയല്ല ചെയ്തത്, പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ തന്നെ നയതന്ത്ര പ്രതിനിധികൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ നയതന്ത്ര പ്രതിനിധികളെ ഇത് സംബന്ധിച്ച ഡോസിയർ കൈമാറും. എന്താണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല, പാകിസ്ഥാന്റെ
പാകിസ്ഥാന്റെ സർക്കാരിനെ ഇന്ത്യ ആക്രമിച്ചത് ലഷ്കർ എ തോയ്ബ പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തി വൽഗാമിലെ 26 പേരെ 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളിയും അടക്കമുള്ള 26 പേരെ നിരായുധരായ ടൂറിസ്റ്റ് കൂട്ടക്കൊല ചെയ്തവരെ വേട്ടയാടി പിടിക്കുക, അവരെ നിരായുധരാക്കുക, അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച കൈകളെ കണ്ടെത്തുക, ആ കൈകൾ വെട്ടിക്കളയുക എന്നുള്ള രീതിയിലുള്ള ഒരു നയം മാത്രമാണ്. അല്ലെങ്കിൽ തങ്ങളെ ആക്രമിച്ചവർ ഏത് രാജ്യത്തിലും അവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യും. ഈ ഒരു നടപടി മാത്രമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് അമേരിക്കയോടും റഷ്യയോടും ഇറാനോടും ഒക്കെ സൗദി അറേബ്യയോടും ഒക്കെ ഇന്ന് അജിത് ദോവൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അക്രമത്തിന്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ത്യൻ ഭാഗത്തു നിന്ന് കൂടുതൽ ലഭിക്കുന്ന വിവരം രാജ്യാന്തര മാധ്യമങ്ങൾ പാകിസ്ഥാൻ ജിയോ TV, ധവൻ TV തുടങ്ങിയ പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ വ്യക്തമായ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളൊക്കെ വ്യക്തമാക്കപ്പെടുന്നതും വൻ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഭീകരർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം രാജ്യാന്തര ജിയോ TV ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ജിയോ TV ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് ജിയോ TV. ജിയോ TVയെ അവിടെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചാണ്. യൂട്യൂബ് അടക്കം കഴിഞ്ഞ ദിവസം ജിയോ TVയെ ബ്ലോക്ക് ചെയ്താണ്. ആ ജിയോ TVയെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് 30ഓളം പേർ കൊല്ലപ്പെട്ടു, 56ഓളം പേർ ആശുപത്രിയിലുണ്ട്, ഇനിയും മരണനിരക്ക് വരും, പരിക്കേറ്റ് വേണം കുറയും. എത്ര സ്ഥലത്ത് 24 സ്ഥലത്ത് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി, 24 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ജിയോ TV വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആവട്ടെ വ്യക്തമാക്കിയിരിക്കുന്നത് 3 സ്ഥലങ്ങളിൽ ആദ്യം പാകിസ്ഥാൻ 3 സ്ഥലങ്ങളും 3 കുട്ടികളും 12 പേർക്ക് പരിക്കേറ്റവും പറഞ്ഞു വ്യക്തമാക്കിയ പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുമ്പോൾ അത് 5 സ്ഥലവും 8 മരണവും 18 പേർക്ക് പരിക്കുമായി എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ഇന്ത്യ എനിമി സ്റ്റേറ്റ് എന്നും ഇന്ത്യ എനിമി സ്റ്റേറ്റിന് അതനുസരിച്ച് മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇന്ത്യ വളരെ വ്യക്തമായ സന്ദേശം നൽകി. ഇനി അതിർത്തിയിലുണ്ടാകുന്ന ഏതൊരു പടയൊരുക്കും അതൊരു വാറായി കണക്കാക്കും. അത് രീതിയിലുള്ള ഒരു ഉത്തരവ് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപ രാഷ്ട്രപതി ഒപ്പിട്ട 3 സൈനികർക്കും മേധാവികൾക്കും ഇന്ന് പുലർച്ചെയോടെ തന്നെ കൈമാറിയിട്ടുണ്ട്. ക്യാബിനറ്റ് നേരത്തെ തന്നെ ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യുദ്ധസമ്പന്നമായ സാഹചര്യം കൈകാര്യം ചെയ്യാൻ സർവ്വ സൈന്യാധിപയുടെ ഉത്തരവുണ്ട്. അത് ഏതായാലും നൽകി കഴിഞ്ഞു. നമ്മളുടെ വ്യോമപാതകൾ അതേപോലെ തന്നെ സുരക്ഷ കണക്കിലെടുത്ത അതിർത്തി പ്രദേശത്തുള്ള പാകിസ്ഥാന്റെ ചെറിയ മിസൈലിന് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലെ വ്യോമ ഗതാഗതത്തിന് നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമൃത്സർ, അതേപോലെ ശ്രീനഗർ, അതേപോലെ കുളു മണാലിയിലുള്ള ധർമ്മശാല എയർപോർട്ടുകൾ ഒക്കെ തന്നെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ വിമാന കമ്പനികളോട് തൽക്കാലം 24 മണിക്കൂർ സമയം സർവീസ് നടത്തരുന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൽഹിയിലും വ്യോമഗതാഗതത്തിന് മുന്നറിയിപ്പുണ്ട്. കാരണം വ്യോമഗതാഗതത്തിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ സമയവും നിയന്ത്രണവും പാലിക്കണമെന്ന ഒരു അഡ്വൈസറി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതിനെ അനുസരിച്ചായിരിക്കും ഇനി മറ്റുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ. മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പല സംസ്ഥാനങ്ങളും നടത്തുകയും ചെയ്തു. അതേപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറിയും അതേപോലെ തന്നെ സുരക്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും അതേപോലെ പ്രതിരോധ സെക്രട്ടറിയും ഇന്നലെ രാത്രി മുതൽ ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയാണ്. ഇന്ന് പുലർച്ചെയും അവർ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെയാണുള്ളത്. ജനകല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച വ്യക്തമായ ചർച്ചകൾ നടന്നു. ഇനി രാജ്യാന്തര നേരത്ത് എന്തായിരിക്കും പാകിസ്ഥാന്റെ പ്രചരണം, അതിനെങ്ങനെ നേരിടണമെന്നും പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ നിലവിൽ തന്നെ പൂഞ്ചടക്കമുള്ള 8 സെക്ടറുകൾ യന്ത്രത്തോപ് വെച്ച് കഴിഞ്ഞ 12 ദിവസം വെടിവെച്ചിരുന്ന പാകിസ്ഥാൻ പട്ടാളം ഇന്ന് പീരങ്കി ആക്രമണമാണ് 2 പൂഞ്ചലും അതേപോലെ കുപ്വാരയിലും നടത്തിയിരിക്കുന്നത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം പറ്റി എന്ന പ്രാദേശിക റിപ്പോർട്ടുകളുണ്ട്. ദീപാവയം ഏതായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാൻ പീരങ്കി ഉപയോഗിച്ച് ഷെല്ലാക്രമണം നടത്തുന്നത്. അതുതന്നെ ഒരു നിയന്ത്രണ രേഖയിലെ പ്രകോപനമായി ഇന്ത്യ കരുതുമെന്ന മുന്നറിയിപ്പ് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടെ തന്നെ ഇന്ത്യ ഏതൊരു തിരിച്ചടിക്കും അല്ലെങ്കിൽ ഏതൊരുവിധ പാകിസ്ഥാന്റെ പ്രബോധത്തിനും ഏതൊരുവിധ സാഹസത്തിനും അതേ രീതിയിൽ മറുപടി നൽകുമെന്ന വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകിക്കഴിഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിക്കും ഇത് സംബന്ധിച്ചുള്ള സന്ദേശം തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രപതി 3 സൈനികർക്ക് പൂർണ്ണ
പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനുള്ള അനുവാദ പത്രം നൽകിയിരിക്കുന്നത്. ഇനി നിയന്ത്രിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ ഡിഫൻസ് സുരക്ഷയും രാജ്യത്തിനെ പ്രതിരോധിക്കുന്ന ചുമതല മൂന്ന് വ്യോമസേന, കരസേന, അതുപോലെ നാവികസേന മേധാവികൾ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നാവികസേനയുടെ എല്ലാ പ്ലാറ്റേണുകളും നിലവിലുള്ളത് അറബിക്കടലിലാണ്. അതേപോലെ വ്യോമസേന ഇന്ന് രാജസ്ഥാനിലെ ജയ്സൽമേറിൽ പുലർച്ചെ 4:15 അഭ്യാസ പ്രകടനം നടത്തിയിട്ടുണ്ട്. നിരീക്ഷണ പറക്കൽ അതിർത്തിയിൽ നടത്തിയിട്ടുണ്ട്. അതേപോലെ പത്താൻകോട്ട, അതേപോലെ പൂനെ തുടങ്ങിയ